നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ സാധാരണ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അപരിചിതരായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ആൺമക്കൾ എനിക്ക് അവരെ പരിചയമില്ല എന്ന് കരുതി അടുക്കള വഴി ഇറങ്ങി ഓടി സ്വിമ്മിംഗ് പൂളിലോ കുളത്തിലോ ചാടുന്ന ഒരു രീതിയാണോ നിങ്ങളുടെ വീട്ടിലെ മക്കൾക്കൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും അല്ല. വന്ന് തുറന്നു കഴിഞ്ഞാൽ ആരാണ് എന്താന്ന് ചോദിക്കാതെ എന്തായാലും എടുത്തു ചാടി മറ്റേ കാർപ്പറ്റിന്റെ മുകളിൽ കൂടെ ഒക്കെ ചാടി മുകളിൽ കയറി ഷീറ്റിന്റെ മുകളിൽ കൂടെ ഓടി ഷീറ്റൊക്കെ പൊട്ടിച്ച് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അവിടുന്ന് ഇറങ്ങി ബൈക്കിൽ കയറി ആരെങ്കിലും വരുന്ന ആൾക്കാരുടെ ഒരു ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കയറി ഓടുകയാണ്. ഇപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. കാരണം നമ്മൾ എല്ലാവരും തന്നെ അനുകരിക്കുന്നത് സിനിമാക്കാരെയല്ലേ. അപ്പോൾ ഇനിയുള്ള അത് ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ മുട്ടിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൺകുട്ടികളെ എണീച്ചോടണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ എടുത്തത്. പക്ഷേ ചില കമന്റുകൾ, ചിലരുടെയൊക്കെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ആധികാരികമായി സംസാരിക്കേണ്ടത് എന്നിങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഷൈൻ ടോം ചാക്കോയുടെ കാര്യം തന്നെയാണ്. വീട്ടിൽ മക്കൾ തെറ്റ് ചെയ്താൽ, നമ്മൾ ഇതിനു മുൻപും ഈ വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അഫാന്റെ ഒക്കെ കാര്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, മക്കൾ തെറ്റ് ചെയ്താൽ അതിനെ തിരുത്താൻ തയ്യാറാകാത്തവർ ഇപ്പോഴും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അല്ല, പക്ഷെ വേറെ ഈ ഷൈൻ ടോം ചാക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 10-38 വയസ്സൊക്കെ പ്രായം ഉണ്ടാവും. ഒരുപക്ഷെ അതിന് മുകളിൽ കാണാനേ സാധ്യതയുള്ളൂ. അതെ, പക്വത വരേണ്ട പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഷൈൻ ടോം ചാക്കോ ലഹരി കേസിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതിന്റെ വാർത്തകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം പ്രതികരിച്ചിരിക്കുന്നതാണ് ഏറെ നിരാശപ്പെടുത്തുന്നത് നമ്മളെ. കാരണം ഷൈൻ ടോം ചാക്കോയുടെ അമ്മ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. അതായത് മകൻ പേടിച്ചിട്ടുണ്ടാകും, അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്ന് വാതിലിൽ മുട്ടിയപ്പോൾ അവൻ ഭയന്ന് ഓടിയതാകാം എന്ന് പറയുന്നു. എനിക്ക് ആ ഒരു വിചിത്രമായ വാദം എത്ര അങ്ങോട്ട് നോക്കിയിട്ടും എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അതെ, നമ്മളുടെ സാധാരണ എങ്ങനെയാണ് നമ്മൾ ഒരാൾ എങ്ങനെയാണ് നോർമലി പെരുമാറുക? നമ്മളുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ പോലീസിനെ നല്ല ആരെയും ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തോ ഒരു തെറ്റ് ഷൈൻ ടോം ചാക്കോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഇറങ്ങി ഓടുന്നത്. പക്ഷെ ആ ഹോട്ടലുകാർക്ക് ഇത് അറിയാം, കാരണം ഇയാളിത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റിസപ്ഷനിൽ പോലീസ് എത്തിയപ്പോ തന്നെ മുകളിൽ ഇന്റർകോമില് വിവരം എത്തി, അതായത് പോലീസ് വന്നിട്ടുണ്ട് എന്ന്. അതായത് പോലീസ് ഡാൻസ് ഓഫ് സംഘം റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയുടെ മുറി എവിടെയാണ് എന്ന്. 314 നമ്പർ മുറിയാണെന്ന് പറഞ്ഞു. പോലീസ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തിനുള്ളിൽ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് വിവരം കിട്ടുന്നു പോലീസ് വന്നിട്ടുണ്ട് എന്ന്. തൊട്ടു പിന്നാലെയാണ് അയാൾ ജനൽ വഴി അതിസാഹസികമായിട്ടായിരുന്നു 3ാം നിലയെന്നാണ്. സിനിമയിലെ പുള്ളി അങ്ങനെ ചാടുന്നത് കുറച്ച് കൂടുതലാണ്, കുട്ടിക്കുരങ്ങന്റെ ഒരു സ്വഭാവമാണ്. അപ്പോ എടുത്ത് 3ാം നിലയിൽ നിന്ന് എടുത്ത് ഷീറ്റിലേക്ക് ചാടുന്നു. ഷീറ്റ് പൊട്ടി വീണ്ടും അവിടുന്ന് ഓടി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി സ്റ്റെയർ കേസ് വഴി ഇറങ്ങി ഓടി റോഡിൽ ചെന്ന് നിൽക്കുന്നു. പെട്ടെന്ന് ഒരു ബൈക്കുകാരൻ വരുന്നു, കൈ കാണിക്കുന്നു, ബൈക്കുകാരന്റെ കൂടെ കയറി പോവാണ് ചെയ്യുന്നത്. ഈ ബൈക്കുകാരൻ ആരാണ് എന്നുള്ളതാണ് ഇപ്പൊ പോലീസ് ചിന്തിച്ചത്. മിക്കവാറും ആരെങ്കിലും ഇവരുടെ സുഹൃത്ത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ രാത്രി 12 പുലർച്ചെ നേരത്തൊക്കെ ഒരു കഴിഞ്ഞാൽ നിർത്തിക്കൊള്ളണമെന്നില്ലല്ലോ. കാരണം സിനിമക്കാരനാണ് എന്നുള്ളത് പെട്ടെന്ന് വണ്ടി ഓടിച്ചു വരുമ്പോ തന്നെ ഒരാൾക്ക് മനസ്സിലാവില്ലല്ലോ. അപരിചിതനായിട്ടുള്ള ഒരാള് കൈ കാണിക്കുമ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് സാധ്യത വളരെ കുറവാണ്. കാരണം അസമയമാണല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് അറിയാവുന്ന ആള്, അല്ലെങ്കിൽ ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ഒരു ബൈക്കുകാരൻ അയാളായിരിക്കും ചെന്ന് പെട്ടിട്ടുണ്ടാകുക. പക്ഷേ ഇതിൽ ഈ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം പറഞ്ഞ ഏറ്റവും നിരുത്തരവാദിത്തപരമായ മറുപടി അതാണ്. അവരുടെ അമ്മയാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഈ ഷൈൻ ടോം ചാക്കോ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ലഹരി കേസിൽ പിടിയിലാകുന്നത്. 2015 അറസ്റ്റിലായിട്ടുള്ള ആളാണ്. അന്ന് കൊക്കൈനാണ് പിടികൂടിയത് എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് തലനാരിഴയ്ക്ക്, അതായത് പോലീസ് തന്നെ തെളിവ് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഉന്നത ഇടപെടലുകൾ ഉണ്ടായതിന്റെ പേരിൽ ചില തെളിവുകൾ നശിപ്പിക്കപ്പെട്ട തെളിവുകളുമായിട്ട് പോലീസ് കോടതിയെ സമീപിക്കുന്നു. കോടതി എടുത്ത് ഓടിക്കുകയായിരുന്നു. കാരണം മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ഷൈൻ ടോം ചാക്കോയുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് കൊക്കൈൻ ആയിരുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ അടുത്ത് തന്നെ ആലപ്പുഴയിൽ നടന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവര് പറഞ്ഞത് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് എന്നാണ്. പക്ഷെ അന്നും ഇതിനെ തള്ളി പറയുന്ന ഒരു നിലപാടാണ് ഷൈൻ ടോം ചാക്കോ സ്വീകരിച്ചത്. അന്ന് ഷൈൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് ഒരു കഥാപാത്രത്തിന്റെ
കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അതിലേക്ക് ഇഴുകി ചേർന്ന് വേണം അഭിനയിക്കാൻ. ചില സീനുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കഞ്ചാവ് അടിക്കാതെ കഞ്ചാവ് അടിച്ചവന്മാരെ പോലെ പെരുമാറുന്ന അഭിനയിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. അപ്പൊ ഈ കഞ്ചാവ് അടിച്ചിട്ട് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള എനിക്കൊരു സംശയം, വിഷം കഴിച്ച് മരിക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ ഇവര് വിഷം കഴിക്കുവോ? അല്ല, അതിനേക്കാൾ അപകടം മറ്റൊരെണ്ണമുണ്ട്. ഈ പീഡന സീൻ വല്ലതും വരികയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ എന്നാ എനിക്ക് പീഡിപ്പിക്കണമെന്ന് പറയുമോ എന്തോ പറയാൻ പറ്റില്ല. അത്തരത്തിലൊക്കെ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിരവധി പേർ ഇതിനു മുൻപും സിനിമാക്കാരിൽ നിന്ന് പലരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു നടപടിയും അവർക്കെതിരെ എടുത്തിട്ടില്ല. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അമ്മ എന്ന സംഘടന എന്ന് പറയരുത്, ഈ AMMA എന്നുള്ള സംഘടന എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തിനാണ് ഒരു നല്ല പേര്, ഒരു പേര് ചീത്തയാക്കുന്നത്? എത്രയോ കാര്യങ്ങൾ ഈ ഇടയ്ക്ക് ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ലഹരി കേസ് മാത്രമല്ല ഉള്ളത്, നടിയോട് മോശമായി പെരുമാറി എന്നുള്ള നടി തന്നെയാണ് പരാതി. അതുകൊണ്ടാണ് ഇപ്പൊ 5 ദിവസമായിട്ട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഷൈൻ ടോം ചാക്കോ എന്നുള്ളതാണ്. അതിനേക്കാൾ മറ്റൊരു രസകരമായ സംഭവം ഷൈനിന്റെ സഹോദരൻ പറഞ്ഞത്, അതിനെ മറ്റ് വിഷയങ്ങളായിട്ടൊന്നും കാണണ്ട, കൊച്ചിയിൽ ഇടയ്ക്ക് മാരത്തോണൊക്കെ നടത്താറില്ലേ, അതുപോലെ കണ്ടാൽ മതി എന്ന്. അവൻ ഇറങ്ങി ഓടിയതിനെ കുറിച്ച് ഈ കുടുംബം മൊത്തത്തിൽ ഇങ്ങനെ അവര് തന്നെ ട്രോളുന്നതാണ് എനിക്ക് തോന്നുന്നു. അത് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതാണ്, ഈ കുടുംബം മൊത്തത്തിൽ ഇങ്ങനെയാണോ എന്നുള്ളത്. കുടുംബം തന്നെ ഇവര് ട്രോൾ ചെയ്തായിരിക്കും, അല്ലാതെ ഇങ്ങനെ ഒരു ഉത്തരം പറയില്ലല്ലോ. ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ വിൻസി അലോഷ്യസ് പറഞ്ഞത്, അതായത് അയാൾ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ വായിൽ നിന്ന് വെളുത്ത പൊടി വന്നു എന്നാണ് പറയുന്നത്. തുപ്പുന്നത് കണ്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇവർ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പിന്നാലെയാണ് എക്സൈസ് സംഘം അന്വേഷണമൊക്കെ ശക്തമാക്കുന്നതും ഒടുവിൽ പിടി വീണതും. അപ്പോൾ അവർ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. ഷൈൻ ടോം ചാക്കോ ഇത്തവണ ഇറങ്ങി ഓടിയത് അത് മറ്റൊന്നും കൊണ്ടല്ല, മുറിയിൽ നിന്ന് കാര്യമായി ഒന്നും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഓടിയ കൂട്ടത്തിൽ സാധനവും കൂടി എടുത്തുകൊണ്ടാണോ ഓടിയത് എന്നുള്ള ഒരു ചോദ്യം. അല്ലെങ്കിൽ പിന്നെ പോലീസിനെ കണ്ട് ഓടേണ്ട കാര്യമില്ലല്ലോ. കാരണം അദ്ദേഹം ബുധനാഴ്ച പുലർച്ചെയാണ് റൂമില് 5:30 കൂടിയിട്ടാണ് ഹോട്ടലിൽ മുറിയെടുക്കുന്നത്. പിന്നീട് ഷൈനെ കാണാനായിട്ട് ഒരു പെൺ സുഹൃത്ത് അവിടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് ഇവരും ഈ ഹോട്ടലിൽ തന്നെ മുറിയെടുക്കുക ചെയ്ത്. പെൺ സുഹൃത്തും മുറിയെടുത്തു. വൈകുന്നേരത്തോടെ രണ്ടാളെയും കാണാൻ ഓരോരോ സുഹൃത്തുക്കൾ എത്തി. അപ്പോ ഇത്രയും ആൾക്കാർ എല്ലാവരും തന്നെ എത്തുന്നത് ഇവരെല്ലാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാനേ വഴിയുള്ളൂ. അപ്പൊ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് ഈ ഡാൻസ് ഹൗസ് സംഘം പരിശോധനയ്ക്കായിട്ട് കൊച്ചിയിലെ ഹോട്ടൽ പരിശോധനയ്ക്ക് വരുന്നത്. ഹോട്ടലിന്റെ പേര് നമ്മൾ എടുത്തു പറയണം, PGS വേദാന്ത എന്നാണ് ആ ഹോട്ടലിന്റെ പേര്. വേദാന്തത്തിന്റെ പേര് പോലും അതിന്റെ അർത്ഥം പോലും മാറ്റുന്ന തരത്തിൽ, കാരണം അവർക്കറിയാം, തീർച്ചയായിട്ടും അവർക്കറിയാം ഈ സംഘത്തിന്റെ കയ്യിൽ മയക്കുമരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റിസപ്ഷനിൽ നിന്ന് ഇത്രയും വേഗം വിവരം കിട്ടുന്നത്. അവരറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പോലീസ് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് അത് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലർക്ക് ആ പേര് പോലും പറയാൻ കഴിയില്ല. പ്രമുഖ ഹോട്ടൽ എന്നാണ് പറഞ്ഞിരുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയത്തിലാണ്. ഡാൻസ് ഓഫ് പരിശോധനയ്ക്ക് എത്തുമ്പോ ഒരാളുണ്ടായിരുന്നു, മുർഷിദ് എന്നയാള് റൂമിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോ അയാള് പറഞ്ഞത് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെന്നാണ് മുർഷിദ് പറയുന്നത്. മുറിയിൽ പിന്നെ അനന്തകൃഷ്ണൻ എന്ന പേരുള്ള മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും, ഇയാള് മാത്രം ഉണ്ടായിരുന്നില്ല, ഈ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല, ഷൈൻ ചാക്കോയും ഉണ്ടായിരുന്നില്ല, മറ്റു ആൾക്കാര് ഉണ്ടായിരുന്നു. പിന്നീട് ഈ അനന്തകൃഷ്ണനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അപ്പോ അവര് പറഞ്ഞത് ഇല്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലൊരു ആൻസർ ആണ് അവർ കൊടുക്കുന്നത്. എന്തായാലും രാത്രി 10:45 കൂടിയിട്ടാണ് കല്ലൂർ ലീസി ജംഗ്ഷനിലാണ് PGS വേദാന്ത എന്ന ഹോട്ടലുള്ളത്. 4 സ്റ്റാർ ഹോട്ടലാണ്. അതെ. അപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള സംഭവങ്ങൾ നിരന്തരം നടക്കുന്നതാണ് എന്ന് അറിയാവുന്ന കാര്യമാണ്, പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഈ വിൻസിയുടെ പരാതി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പറയുന്ന പോലീസ് ഷൈൻ ടോം ചാക്കോയെ കുടുക്കുന്ന ഒരു നീക്കത്തിലേക്ക് നടന്നത്. പക്ഷെ കയ്യിൽ കിട്ടിയില്ല, അതിനു മുമ്പ് ഇറങ്ങി ഓടി എന്നുള്ളതാണ്. ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കമന്റുകളൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ആ കമന്റുകളിലൊക്കെ 1-2 കമന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇയാൾക്കൊക്കെ ആരാണ് ഈ റോളുകളൊക്കെ കൊടുക്കുന്നത്? കാര്യം ചില സിനിമകളിൽ ഷൈൻ ടോം ചാക്കോ പറയുന്ന ഡയലോഗുകൾ പോലും നമുക്ക് വ്യക്തമാകാറില്ല, മനസ്സിലാകാറില്ല ഇയാൾ എന്താണ് പറയുന്നത് എന്നുള്ളത്.
ആദ്യമൊക്കെ പല സിനിമകളിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ഒക്കെ തന്നെ ഈ വിഷയം ചർച്ചയായിട്ടുള്ളതാണ്. സിനിമാക്കാർ പോലും പറഞ്ഞിട്ടുണ്ട് ഷൈൻ പറയുന്ന ഡയലോഗുകൾ വ്യക്തമാകാറില്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വീണ്ടും വീണ്ടും റോള് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു പിടിപാടുണ്ട് സിനിമയിൽ. ആ പിടിപാട് എന്തിന്റെ പിടിപാടാണ് എന്നുള്ള ഒരു ചോദ്യം ശക്തമാണ്. കാര്യം ഈ ഷൈൻ ടോം ചാക്കോയുടെ അല്ലാതെ ചിലയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ഷൈൻ ടോം പറയുന്നത് നമുക്ക് വ്യക്തമാകാറുണ്ട്. പക്ഷെ സിനിമയിൽ ചില ഡയലോഗുകൾ പറയുമ്പോൾ ചില ഈ പറയുന്ന സിനിമയുടെ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് വരുമ്പോഴൊക്കെ സംസാരിക്കുന്നതും നമുക്ക് വ്യക്തമാകാറില്ല. അതിന്റെ ഒരു വിവരവും കൂടി ഇപ്പോൾ സിനിമയിൽ നിന്ന് ഒന്ന് രണ്ട് പേർ പറയുന്നത്, ഇയാൾ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടാണ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ഈ ഡയലോഗുകൾ നമുക്ക് വ്യക്തമാകാത്തത് എന്നുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് നമുക്ക് തന്നെ ഒരു സംശയം തോന്നാറുണ്ട്. ശരിയാണ്, ചിലയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം വ്യക്തമാകുകയും എന്നാൽ ചിലയിടങ്ങളിൽ ഒന്നും വ്യക്തമാകാത്ത ഒരു സാഹചര്യവും ഒക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഒരു ഇത് മാത്രമല്ല, ഇയാൾ ഈ പ്രൊമോഷന് വേണ്ടിയൊക്കെ വരുമ്പോൾ സംസാരിക്കുന്ന മാധ്യമങ്ങളോട് ഇടപഴകുന്ന ഒരു രീതിയൊക്കെ വളരെ വയലന്റ് ആയിട്ടൊക്കെ നമ്മൾ ഷൈൻ ടോം ചാക്കോയെ കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപ് നമ്മൾ അങ്ങനെ കണ്ട ഒരു സാഹചര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ലൈംഗികാതിക്രമങ്ങളെ കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ സിനിമാ സെറ്റിൽ ലൈംഗികാതിക്രമം നടക്കുന്നത്, നീയൊക്കെ കണ്ടോടാ എന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ഷൈൻ ടോമിനെ നമ്മൾ കണ്ടു. അന്ന് ഷൈൻ ടോം ചോദിക്കുന്നുണ്ട് അതിന് ആരാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അതിന് ഹേമ ആരാണ്, ഹേമയുടെ ജോലി എന്താണ്, അത്തരത്തിൽ ഷോ കാണിക്കുന്ന ഒരു ഷൈൻ ടോം ചാക്കോയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇയാൾ പൊതു ഇടങ്ങളിൽ പോലും ഒരു പെരുമാറാൻ അറിയാത്ത ഒരാളാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു പൊതു ഇടത്തിൽ പോയാൽ നമ്മൾ വീട്ടിൽ പെരുമാറുന്നത് പോലെയാണോ അവിടെ പെരുമാറുക? പ്രത്യേകിച്ച് സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റാൾക്കാർ വരും, സ്ത്രീകൾ വരും, മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാൻ നോ കമന്റ്സ് പറഞ്ഞാൽ മതി. അതും വിട്ടിട്ട് പക്ഷെ ചില മാധ്യമങ്ങളുണ്ട് കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത് ചില മാധ്യമങ്ങൾ അതൊരു ഉപയോഗിക്കാറുമുണ്ട്. കാരണം ഈ ഷൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ വിനായകൻ ഇവരെയൊക്കെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്നറിയാം. അത് വൈറലാകുകയും ചെയ്യും, റേറ്റിംഗ് ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ഗിമ്മിക്ക് കാണിക്കുന്നവരും ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും നമ്മൾ എത്രയോ ഈ പറയുന്ന നടന്മാരുടെയും നടിമാരുടെയും ഇന്റർവ്യൂസും അവരുടെ പ്രൊമോഷൻസും ഒക്കെ കാണാറുള്ളതാണ്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ എത്ര മിതത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ വന്നാൽ അതിന് മറുപടി പറയാനും അതിന് രസകരമായ മറുപടിയിൽ ഒരു ചിരിയിൽ ഒതുക്കുക ചെയ്യും. അതിന്റെ ഉത്തരങ്ങൾ വളരെ രസകരമാണ്. ചില സമയത്ത് തിരിച്ച് നല്ല കുത്തി മറുപടി പറയുന്ന അത്തരത്തിലൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതൊക്കെ വിട്ടിട്ട് നമുക്ക് തന്നെ അരോചകമാകും ഇയാളൊക്കെ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള. അപ്പോൾ അത്തരത്തിലൊരാള് നിരന്തരം സിനിമയിൽ പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളെ ഇത്ര കാലം ഈ സിനിമാ സംഘടനകൾ എന്തിനു വെച്ചുകൊണ്ടിരുന്നു? ഇപ്പോൾ വിൻസി അലോഷ്യസിന് ഭയങ്കരമായിട്ട് കൈയടിക്കുകയാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന, ഫെഫ്ക, മറ്റേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ഈ കൈയടിക്കുന്നതിലൊന്നും കാര്യമില്ല. കാരണം ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വാർത്തകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതിലെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഷൈൻ ടോം ചാക്കോ താമസിച്ച മുറിയിൽ പരിശോധന നടത്തി, ഇവിടെ ഒന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ, പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അനന്തകൃഷ്ണൻ മറ്റോ, അയാളെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. കാരണം സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഒരാള് റൂമിൽ നിന്ന് ഓടി എന്ന് പറഞ്ഞിട്ട് അത് ലഹരി മരുന്നാണെന്ന് പറയാൻ പറ്റില്ല. ഇയാള് ലഹരി മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഓടിയത് അല്ലെങ്കിൽ അത് കൈവശം വെച്ചിട്ടാണ് ഓടിയത് എന്ന് കണ്ടുപിടിക്കാൻ ഒരു തെളിവും കിട്ടിയിട്ടില്ല. റൂമിൽ യാതൊന്നും തന്നെയില്ല. റൂമിൽ ഉണ്ടായിരുന്ന രണ്ടുപേരെയും ചോദ്യം ചെയ്തു. രണ്ടുപേരെ ചോദ്യം ചെയ്യപ്പോഴും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസ് മൊഴി പറഞ്ഞിട്ട് പോലീസിന്റെ FIR-ലുള്ളത്. അപ്പോൾ അങ്ങനെ പോലീസ് നിഗമനം പറയുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് ഇയാൾ ഓടി എന്നുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തമാശയ്ക്ക് പറയാമെന്നല്ലാതെ എങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ മേലെ മയക്കുമരുന്ന് കഴിച്ചു അല്ലെങ്കിൽ മയക്കുമരുന്ന് കൈവശം വെച്ചു എന്നുള്ള പരാതി കിട്ടും? അതിനൊരു ഇവരുടെ അമ്മ, ഷൈൻ ടോം ചാക്കോയുടെ അമ്മ സംസാരിക്കുന്ന സമയത്ത് അറിയാണ്ട് വായിൽ നിന്ന് വന്നു പോയ ഒരു വാക്കാണ്
അവൻ പേടിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അവൻ ഭയന്നിട്ടുണ്ടാകും പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമോ എന്ന് അവൻ പേടിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് ഇറങ്ങിയോ. പക്ഷെ അതൊന്നും തന്നെ അങ്ങനെ പറയുന്നത് തന്നെ കാര്യം വ്യക്തമാണ്, വീട്ടുകാർക്കും അറിയാം, വീട്ടുകാർക്കും വ്യക്തമാണ് അവൻ അങ്ങനെ. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അതിനെ പരിശോധിക്കുമോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടുണ്ടാകുമെന്ന്. അല്ല, അതിന് തെളിവാണല്ലോ. വിൻസി എന്ന നടി തന്നെ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ വായിൽ നിന്ന് വെളുത്ത ഒരു പൊടി, അരിപ്പൊടി വല്ലതും. അതിപ്പോ അങ്ങനെയും പറയാലോ, ഞാൻ 2 അരിമണി കുറിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതും അത് രക്ഷിച്ചെടുക്കാൻ ആളുണ്ട്. ഇപ്പോ ഈ പറയുന്ന സംഘടനകളെല്ലാം, സിനിമാ സംഘടനകളെല്ലാം തന്നെ വിൻസിക്ക് കൈയടിക്കുകയാണ്. ആ കുട്ടി ഏറെ ധൈര്യത്തോടെയാണ് പെരുമാറി. ഇവരിൽ എത്ര പേർ ഇനി ആ കുട്ടിക്ക് ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഈ പറഞ്ഞവരാരും തന്നെ പക്ഷെ ഒരു നിയമത്തിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ജുഡീഷ്യറിയുടെ മുന്നിൽ വന്നാൽ ഈ കൈയടിച്ചവരെല്ലാം ഇത് പറയുമെന്നുള്ളതിന് ഒരു ഉറപ്പും ഇല്ലല്ലോ. ഇതുവരെയുള്ള നമ്മുടെ ചരിത്രം വെച്ച് നോക്കിയാൽ അങ്ങനെ ഇദ്ദേഹത്തെ ഇപ്പൊ ഒരു അവസാനം ഒരു ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഈ വിൻസി വരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മൊഴി മാറ്റി പറയുന്ന. വിൻസി തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തൊക്കെയോ ഒരു കളി നടന്നിട്ടുണ്ട്. വിൻസി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ അമ്മയ്ക്കാണ് ഈ പരാതി കൊടുക്കുന്നത്, പക്ഷെ സിനിമയുടെ പേരോ ഈ നടൻ ആരാണോ എന്നുള്ള വിവരം പുറത്തു പോകരുത് എന്ന് മാത്രമല്ല പറഞ്ഞിരുന്നു. അവർക്ക് വീണ്ടും ചാൻസ് കൊടുക്കണം, അവരുടെ ചാൻസ് നഷ്ടപ്പെടുത്തരുത് എന്നെല്ലാം പറഞ്ഞ് പുള്ളിക്കാരി ഒന്നും മയപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരാതി വേണമെങ്കിൽ പിൻവലിക്കാമെന്ന് വരെ ഇപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും അറിയാം, കാരണം ഈ സിനിമയിലെ ചില ആൾക്കാർക്കെതിരെ പ്രതികരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ പാർവതി. ഏറ്റവും മികച്ച നടി, ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അവരെ, അതായത് അഭിനയത്തിൽ മലയാള സിനിമയിൽ മറ്റൊരു നടി ഇല്ല എന്നുള്ള ഒരു പറച്ചിൽ വരെ പാർവതിയുടെ കാര്യത്തിൽ, പാർവതി തിരുവോത്തിന്റെ കാര്യത്തിൽ വന്നതാണ്. അപ്പോൾ അങ്ങനൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് മമ്മൂട്ടിക്കെതിരെ ഒരു വിമർശനം നടത്തി എന്നുള്ളതിന്റെ പേരിൽ പിന്നീട് അവർ തഴയപ്പെടുന്ന ഒരു കാര്യമാണ്. വിൻസിയുടെ കാര്യത്തിലും ഇത് തന്നെ ആയിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്തായാലും എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഒരു നടപടി ഈ സംഘടനകളെല്ലാം എടുക്കും. കാരണം ഈ പറയുന്നത് പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നാണം കെട്ട് നിൽക്കുകയാണ് സിനിമാ മേഖല. അപ്പോൾ ഇപ്പൊ ഒരു നടപടി വെറുതെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി അത് തന്നെ എടുക്കുമ്പോഴും അയാള് ഈ ഷൈൻ ടോം ചാക്കോ ആ സമയത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് ഇനി എങ്ങനെ കിട്ടും? കാരണം ആ സമയത്ത് അയാളെ പിടിക്കാൻ കിട്ടിയിട്ടില്ല. അയാൾ ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ പേടിച്ചിട്ട് ഓടിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കുരുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അതുപോലുള്ള സംഭവങ്ങൾ. അത് അവർ അമ്മ തന്നെ പറഞ്ഞു, മകനെതിരെ ഗൂഢാലോചന മകനെതിരെ ഗൂഢാലോചന. അപ്പൊ അങ്ങനെ ഒരു പറഞ്ഞ സ്ഥിതിക്ക് ഗൂഢാലോചന നടക്കുന്നു, ആരെങ്കിലും പോലീസാണെന്ന് അറിഞ്ഞില്ല, ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നതാണെന്ന് അറിഞ്ഞിട്ട് ഓടിപ്പോയതാണ്. പോലീസ് ആണെങ്കിൽ ഞാൻ നെഞ്ചും വിരിച്ച് നിന്നേനെ എന്ന് പറയും. എന്തായാലും എനിക്ക് മലയാളികളോട് പറയാനുള്ളത്, നിങ്ങൾ അപരിചിതരായിട്ടുള്ള ആൾക്കാർ വരുമ്പോ ഇറങ്ങി ഓടുക, അടുക്കള വഴി ഇറങ്ങി ഓടുക, പറ്റുമെങ്കിൽ പെരപ്പുറത്ത് കയറുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കുളത്തിലെങ്കിലും, സ്വിമ്മിംഗ് പൂൾ ഇല്ലെങ്കിൽ കുളത്തിലെങ്കിലും ചാടുക. ചർച്ചകളുമായി കാണാം. നമസ്കാരം.